കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ ഏകദേശം 1 മാസം കഴിയുമ്പോൾ ആരംഭിക്കും എന്നതിൻ്റെ സൂചനകളും വാർത്തകളുമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ വിവിധ ഏജൻസികൾ, അതായത് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പ്രവചിക്കുന്ന ധാരാളം ഏജൻസികൾ രാജ്യമെമ്പാടും കഴിഞ്ഞ കുറേ വർഷങ്ങളായി പ്രവർത്തിക്കുന്നുണ്ട്. അത് എല്ലാ തെരഞ്ഞെടുപ്പിനും മുൻപ് ആ ഏജൻസികൾ സജീവമാവുകയും പാർലമെന്റ് തെരഞ്ഞെടുപ്പാണെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള ചില പ്രവചനങ്ങളും നിരീക്ഷണങ്ങളും നടത്തുകയും സംസ്ഥാന തെരഞ്ഞെടുപ്പുകളാണെങ്കിൽ അതിനനുസരിച്ച് ആ സംസ്ഥാനങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ചില പഠനങ്ങളൊക്കെ നടത്തി ചില പ്രവചനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നത് സാധാരണ പതിവാണ്. എന്നാൽ ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് വളരെ ദൂരക്കൂട്ടി തന്നെ പല ഏജൻസികളും ഇതുപോലെയുള്ള പ്രവചനങ്ങൾ നടത്തുന്നതിനായിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ വീഡിയോയുടെ പ്രധാനമായിട്ടുള്ള ആധാരം എന്ന് പറയുന്നത് പോൾ ട്രാക്കർ എന്ന ഈ ഏജൻസി കേരളത്തിലെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ചില പ്രവചനങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. അവർ നടത്തിയിരിക്കുന്ന പ്രവചനം അനുസരിച്ച് കേരളത്തിൽ UDF 44 മുതൽ 46% വരെ വോട്ട് നേടുമെന്നും, അങ്ങനെ വരുമ്പോൾ നിയമസഭാ അംഗങ്ങളുടെ സംഖ്യ 89 മുതൽ 96 വരെ ആകാൻ സാധ്യതയുണ്ടെന്ന് അവർ പറയുന്നു. 140 അംഗ നിയമസഭയിൽ 89 മുതൽ 96 വരെ, വളരെ കൃത്യമായ സംഖ്യയാണ് അവർ പറയുന്നത്. 89 മുതൽ 96 വരെ നിയമസഭാ സീറ്റുകൾ ഐക്യ ജനാധിപത്യ മുന്നണി കരസ്ഥമാക്കുമെന്നും, ആകെ പോൾ ചെയ്യുന്ന വോട്ടിന്റെ 44.46% വോട്ട് UDF നേടും എന്നുമാണ് അവർ ഇപ്പോൾ പ്രവചിക്കുന്നത്. അതോടൊപ്പം തന്നെ LDF ആകട്ടെ 37 മുതൽ 40% വരെ വോട്ടുകൾ നേടുമെന്നും, ഏതാണ്ട് 43 മുതൽ 49 വരെ 50 സീറ്റിന് താഴെ സീറ്റുകൾ അവർക്ക് ലഭിക്കും എന്നുമാണ് അവരുടെ പ്രവചനത്തിന്റെ രണ്ടാമത്തെ അംശം. മൂന്നാമതായി അവർ പറയുന്ന NDA സംബന്ധിച്ചിടത്തോളം അവർക്ക് 14 മുതൽ 15% വരെ വോട്ടുകൾ കരസ്ഥമാക്കി പരമാവധി 2 സീറ്റുകൾ അവർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഈ മട്ടിലാണ് ഇപ്പോൾ അവരുടെ പ്രവചനം. മറ്റുള്ളവരായിട്ട് ആരും തന്നെ വിജയിക്കാൻ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സാധ്യതയില്ല. ഒരുപക്ഷെ 2 മുതൽ 3% വരെയുള്ള വോട്ടുകൾ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ കൊണ്ടുപോയി എന്ന് വന്നേക്കാം. അത് വിജയത്തെ ബാധിക്കുകയില്ല. NDAക്ക് 2 സീറ്റ് പരമാവധിയാണ് അവർ പ്രവചിക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ എടുത്തു കാണേണ്ടതായിട്ടുള്ള ഒരു വിഷയം, ഐക്യ ജനാധിപത്യ മുന്നണിയും അതായത് UDFും LDFും തമ്മിൽ ഏതാണ്ട് 7% വോട്ടുകളുടെ വ്യത്യാസമുണ്ടാകും എന്നുള്ള പ്രധാനപ്പെട്ട ഒരു അംശമാണ്. ഇവിടെ നമ്മൾ കൂട്ടി വായിക്കേണ്ടത്, ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ UDF നേടിയത് 38.81% വോട്ടുകളാണ്. ആ സമയം LDF കരസ്ഥമാക്കിയത് 33.45% വോട്ടുകൾ. അതായത് 2 മുന്നണികളും തമ്മിൽ ഏകദേശം 5% വോട്ടുകളുടെ വ്യത്യാസമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലുണ്ടായത്. NDA ആകട്ടെ 14 മുതൽ ഉള്ള ശതമാനം വോട്ടുകൾ മാത്രമേ അവർക്ക് നേടാൻ കഴിഞ്ഞുള്ളൂ. അവിടെ കാണേണ്ട ഒരു പ്രധാന കാര്യം, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 19% വോട്ട് BJP നേതൃത്വം കൊടുക്കുന്ന NDA ഇവിടെ നേടിയതാണ്. ഇതിന് ശേഷം നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഏതാണ്ട് 5% വോട്ടുകൾ നഷ്ടമായി എന്നാണ് കാണുന്നത്. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉദ്ദേശിക്കുന്നതായിട്ടുള്ള മുന്നേറ്റം ഈ BJP നേതൃത്വം കൊടുക്കുന്ന NDA മുന്നണിക്ക് കേരളത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. അതോടൊപ്പം തന്നെ വളരെ ശക്തമായ മുന്നേറ്റം UDF ഉണ്ടാക്കുമെന്നും അവർക്ക് ഭരണം കൃത്യമായി ലഭിക്കുമെന്നും ഏതാണ്ട് 96 സീറ്റുകൾ വരെ നേടുമെന്നുള്ള പ്രവചനമാണ് യഥാർത്ഥത്തിൽ ഗൗരവത്തിലെടുക്കേണ്ടത്. ഇതിനെ അവർ ചൂണ്ടിക്കാട്ടുന്നത് പ്രധാനപ്പെട്ട പല കാരണങ്ങളിൽ ഒന്ന് ഭരണവിരുദ്ധ വികാരമാണ്. കേരളത്തിലെ ആകമാനം നിലവിലുള്ള 2ാം പിണറായി സർക്കാരിൻ്റെയും 1ാം പിണറായി സർക്കാരിൻ്റെയും ഭരണകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള നടപടികളോടുള്ള ജനങ്ങളുടെ കടുത്ത പ്രതിഷേധവും അമർഷവുമാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്. അതിനേക്കാൾ ശക്തമായി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്നാണ് ഈ നിരീക്ഷകർ അല്ലെങ്കിൽ ഈ പഠനം നടത്തിയവർ പ്രതീക്ഷിക്കുന്നത്. മറ്റ് കാരണങ്ങളായി അവർ ചൂണ്ടിക്കാട്ടുന്നത് ശബരിമല സ്വർണ്ണ കൊള്ളയാണ്. അത് ജനങ്ങളെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. അതിന്റെ അന്വേഷണ പുരോഗതിയിൽ പൊതുസമൂഹം സംതൃപ്തരല്ല.
അത് എവിടെയും എത്തിയിട്ടില്ല, ഉടനെ എത്താനുള്ള സാധ്യതയും കാണുന്നില്ല. അതുകൊണ്ട് ശബരിമല ഭക്തന്മാരായിട്ടുള്ള ആളുകളെ മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള മലയാളികളെ ആകെ വൈകാരികമായി സ്പർശിച്ച ഒരു വിഷയമാണ് ഈ സ്വർണ്ണ കള്ളക്കടത്ത് അല്ലെങ്കിൽ സ്വർണ്ണ മോഷണം, അമ്പലത്തുമായി ബന്ധപ്പെട്ട സ്വർണ്ണ കൊള്ള. അതുകൊണ്ട് അതിന്റെ ഒരു അന്വേഷണത്തിൽ സർക്കാർ കാട്ടുന്നതായിട്ടുള്ള നിസ്സംഗതയും അല്ലെങ്കിൽ ജാഗ്രത കുറവും ഒക്കെ ഇപ്പോൾ ഭരിക്കുന്ന പിണറായി സർക്കാരിന് ഒരു തിരിച്ചടി ഉണ്ടാക്കും എന്ന കാര്യവും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മറ്റൊരു കാരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നത് ഈ ന്യൂനപക്ഷ സമുദായങ്ങളുടെ ഒരു ഏകീകരണമാണ്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമുദായം, മുസ്ലിം സമുദായം ഒക്കെ അവർക്ക് നേരത്തെ ഉണ്ടായ അനുഭവങ്ങളിൽ നിന്നൊക്കെ അവർ മാറി സഞ്ചരിച്ചപ്പോൾ അവർ ഏക മനസ്സോടുകൂടി UDFന്റെ പിന്നിൽ അണിനിരന്നിട്ടുണ്ട് എന്നാണ് അവർ വിലയിരുത്തുന്നത്. കാരണം BJPയുടെ നേതൃത്വത്തിലുള്ള NDA മുന്നണി ഭരണം നിർവഹിക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഈ ന്യൂനപക്ഷങ്ങൾ വളരെയേറെ പീഡനത്തിന് ഇരയാകുന്നുണ്ട്. ദേവാലയങ്ങൾ അഗ്നിക്കിരയാക്കുന്നു, അതുപോലെ ആരാധനാ സ്വാതന്ത്ര്യം തടയുന്നു, കഴിക്കേണ്ട ആഹാരം ഇന്നതാണ് എന്ന് നിർബന്ധമായി അടിച്ചേൽപ്പിക്കുന്നു. ഇതിന്റെയൊക്കെ ഒരു പ്രതിഫലനം കേരളത്തെ പോലെ ഒരു സംസ്ഥാനത്ത്, ക്രൈസ്തവർ നല്ല സ്വാധീനമുള്ള സംസ്ഥാനത്ത് പ്രതികരണം ഉണ്ടാക്കും. അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിനും ആ തരത്തിൽ പല പ്രശ്നങ്ങളുണ്ട്. അവരെയും പല സന്ദർഭങ്ങളിലായി പരോക്ഷമായി ഒക്കെ പീഡിപ്പിക്കുന്ന സന്ദർഭങ്ങളുണ്ട്. അതുകൊണ്ട് അവരുടെ ഏകീകരണം ഒരു പ്രധാന ഘടകമാണ്. മറ്റൊരു പ്രധാന കാരണം യുവാക്കളുടെ ഇടയിലുള്ള തൊഴിലില്ലായ്മയാണ്. ഇവിടെ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ, ഉന്നത സർവകലാശാല ബിരുദം നേടിയവർ, എഞ്ചിനീയർമാർ, ഡോക്ടർമാർ തുടങ്ങിയുള്ള ആളുകൾക്ക് പോലും തൊഴിലില്ലാത്ത ഒരവസ്ഥ കേരളത്തിൽ വളരെ ഗുരുതരമാണ്. അതുകൊണ്ട് യുവാക്കൾ ആകെ ഈ ഭരണത്തിന്റെ കീഴിൽ അസ്വസ്ഥരാണ്. അതോടൊപ്പം തന്നെ കാർഷിക മേഖലയിലുള്ള കർഷകർക്ക് വേണ്ടതായിട്ടുള്ള പ്രോത്സാഹനം ലഭിക്കുന്നില്ല. റബ്ബർ കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ഈ സർക്കാർ അധികാരത്തിൽ കയറുന്നതിന് മുൻപ് നൽകിയ വാഗ്ദാനങ്ങളൊന്നും പാലിച്ചിട്ടില്ല. അതുപോലെ നടത്തിയതായ നെല്ല് സംഭരണത്തിന് കൃത്യമായ വില നെൽകർഷകർക്ക് കൊടുക്കുന്നില്ല. ആ തരത്തിൽ നിരവധി ആക്ഷേപങ്ങൾ ഈ കർഷകരുടെ ഭാഗത്തു നിന്നുണ്ട്. അതും ഈ സർക്കാരിന്റെ പിടിപ്പുകളാണ്. അതുപോലെ ആരോഗ്യരംഗമാകെ തകർന്ന തരിപ്പണമായിരിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് യാതൊരു അടുക്കും ചിട്ടയും ഇല്ലാതെ കാര്യങ്ങൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ദിശാബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആരോഗ്യ മേഖലത്തിന്റെ തകർച്ച. വ്യാവസായിക രംഗത്തും വലിയ മന്യമാണ്. കാരണം പണം മുടക്കാനായി വ്യവസായികൾ ഈ സംസ്ഥാനത്തേക്ക് വരുന്നില്ല. ഇവിടുത്തെ തൊഴിലാളികളുടെ ഒരു സമീപനമൊന്നും ഈ മുതലാളിമാർക്ക് തൊഴിൽ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നതല്ല. ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ വിലയിരുത്തിക്കൊണ്ട് വളരെ വസ്തുതാപരമായി ശാസ്ത്രീയമായി നടത്തിയതായിട്ടുള്ള ഒരു സർവേ ഫലമാണ് ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ വളരെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു മേൽക്കോയ്മ UDFനുണ്ടാകും. UDF പ്രചരണത്തിൽ ഇപ്പോൾ ഊന്നി പറയുന്നത് കുറഞ്ഞ പക്ഷം 100 സീറ്റെങ്കിലും അവർ നേടുമെന്നാണ്. എന്നാൽ ഈ സർവേയിൽ ഏകദേശം അതിനടുത്ത് വരെ വരുന്നുണ്ട്. 96 വരെ അവർ പറയുന്നത് ഏതാണ്ട് 89 മുതൽ 96 വരെ സീറ്റുകൾ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് അവർ പറയുന്നുണ്ട്. ഏകദേശം 2.86 കോടി വോട്ടർമാരാണ് നേരത്തെ ഉണ്ടായിരുന്ന വോട്ടർ പട്ടിക അനുസരിച്ചുള്ളത്. ഇനി പരിഷ്കരിക്കുമ്പോൾ സ്വാഭാവികമായി ഇത് വർദ്ധിക്കാനാണ് ഇട. അങ്ങനെ വരുമ്പോൾ തന്നെ യുവാക്കളുടെ ഒരു വലിയ നിരയുണ്ടാകും. അപ്പോൾ ഇനിയും പുറത്തു വരാനുള്ള സ്ഥാനാർത്ഥി പട്ടിക, അവരുടെ നയപ്രഖ്യാപനങ്ങൾ എല്ലാം വരുമ്പോൾ ഒരു പക്ഷേ ഇതിനകത്ത് നേരിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായി എന്ന് വരാം. ഏതായാലും ഒരു ശക്തമായ ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ആഞ്ഞടിക്കുന്നു. ന്യൂനപക്ഷ സമുദായങ്ങളുടെ ഏകീകരണമുണ്ട്, തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ അസ്വസ്ഥതകളുണ്ട്, ആശാവർക്കർമാരെ പോലെയുള്ള പാവപ്പെട്ട തൊഴിലാളികളുടെ നിരാശ മറ്റൊരു ഭാഗത്തുണ്ട്, വൻപിച്ച വിലക്കയറ്റം, അതുപോലെ തന്നെ കർഷകരുടേതായിട്ടുള്ള അമർഷം. ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ തീരദേശത്തുള്ള മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൽ ആകമാനം എല്ലാ തലങ്ങളിലുമുള്ള ജനങ്ങൾ അസ്വസ്ഥരാണ്. അതുകൊണ്ടൊരു ഭരണമാറ്റം അവർ ആഗ്രഹിക്കുന്നു. ആ ഭരണമാറ്റത്തിന്റെ ഫലങ്ങൾ ഇതായിരിക്കും എന്നുള്ള വ്യക്തമായ സൂചനകളാണ് ഈ സർവേ ഏജൻസി ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. അത് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം നടത്തിയ സർവേ ആയതുകൊണ്ട് കുറെ കൂടെ ആധികാരികത അതിനുണ്ട്, അതിനൊരു പുതുമയുണ്ട് എന്ന കാര്യം വളരെ വ്യക്തമാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ഏജൻസികൾ
ഇതുപോലെയുള്ള ഈ സർവേ ഫലങ്ങളുമായി പുറത്തു വരും. കാര്യങ്ങൾ കുറെ കൂടെ ശക്തമായി തീരും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ, സ്ഥാനാർത്ഥികളുടെ പട്ടികകൾ വരുമ്പോൾ എല്ലാ മുന്നണികളിലും അതിൻ്റെതായിട്ടുള്ള പ്രതിഫലനങ്ങൾ ഉണ്ടാകും. എന്തായാലും വരും ദിവസങ്ങൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി വളരെ നിർണായകമാണ്. എല്ലാ ജനങ്ങളും കൗതുകത്തോടുകൂടി, ജിജ്ഞാസയോടുകൂടി, ആകാംക്ഷയോടുകൂടി, ഉത്കണ്ഠയോടുകൂടിയാണ് നോക്കിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏതാണ്ട് ആരംഭിച്ചു എന്ന് തന്നെ വരാം. ചെറിയ തോതിൽ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിലുള്ള ഒരു കേരള ജാഥ ഇന്ന് കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് LDFന്റെ മാർക്സിസ്റ്റ് പാർട്ടിയിലെ സംസ്ഥാന സെക്രട്ടറി ഒരു ജാഥ ആരംഭിച്ചിട്ടുണ്ട്. മേഖലാ ജാഥകൾ നടത്തുന്നു. അങ്ങനെ തെരഞ്ഞെടുപ്പ് രംഗം പൊതുവെ സജീവമായിരിക്കുന്നു. ജനങ്ങളും വളരെ സജീവമായി വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് പറയാനായിട്ടുള്ളത്.